കലിക ജ്യോതിഷൻ്റെ പ്രണാമം. ഇന്ന് രാവിലെ എനിക്ക് ഒരു ഒരു ഇത് വാട്സാപ്പിൽ ഒരു മെസ്സേജ്, ഞങ്ങളുടെ സന്തോഷ് സാറ് ഉള്ളപ്പോൾ ഏത് സൽസൂകി, ഏത് പ്രവചനം. ഞങ്ങളുടെ സന്തോഷ് സാറ് 2024 ഡിസംബർ 6 സാറ് പറഞ്ഞു ലോകത്തിലെ 101 പ്രവചനങ്ങൾ. അതിലൊക്കെ അതും കണ്ട് കോപ്പി അടിച്ചിട്ടാണ് പലരും ഇവിടെ പ്രവചനങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ സാറ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ജൂലൈ 5 ഭൂകമ്പം സംഭവിക്കും, വലിയ സുനാമി എന്നൊക്കെ പറഞ്ഞ് ജൂലൈ 5 ഭയങ്കരമായിട്ട് അത് സംഭവിച്ചിരിക്കുമെന്ന് സൽസുഗി എന്ന് പറയുന്ന സ്ത്രീ പ്രവചിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകളാണ് വരുന്നത്. ഇത് എന്നെ പുര കത്തുമ്പോൾ വാഴ വെട്ടണമെന്നുള്ള ഇതിൽ മറ്റുള്ളവരിത് വിറ്റ് കാശാക്കുന്നുണ്ട്, ഇത് തന്നെ വാരിയിട്ട് അലക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സാറിന് ഇതിനെ എന്താണ് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ഡയലോഗൊക്കെ അതിനകത്ത് എഴുതി. അതാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, എങ്കൾ கடவுள் மாதிரி நினைக்கிற சந்தோஷ் சாருக்கு மீது எந்த பிரயோஜனமும் இந்த உலகத்திலே கிடையாது, நான் സന്തോഷ് സാറേ നമ്പിയിട്ട് ഇருக்கு എന്ന് പറഞ്ഞൊക്കെയാണ് അവർ കടവുൾ മാതിരി എന്ന് പറഞ്ഞ് വളരെ രസകരമായിട്ട് എഴുതിയിരിക്കുകയാണ്. സന്തോഷ് സാറ് ൻ്റെ പ്രവചനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. വളരെ രസകരമായ ഒരു ഇതാണ് ഇത് നോട്ട്സ് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജൂലൈ 5 ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കലി ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ ലോകം മൊത്തം ഇത് എത്തിക്കൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജൂലൈ 5 ജപ്പാനിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു ഒരു ദുരന്തം സംഭവിക്കും, ഒരു വലിയ ഭൂകമ്പമോ വല്ലതുമൊക്കെ ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് സെപ്റ്റംബർ അവസാനത്തിനകത്ത്, സെപ്റ്റംബർ 30 ലോകത്ത് വലിയൊരു കാര്യം സംഭവിക്കും. ഇതൊക്കെ അങ്ങോട്ട് പറയുമോ? നമ്മുടെ നാട്ടിലുള്ള ഈ ജപ്പാനിലുള്ളവർ പറഞ്ഞിട്ട് അതാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നതിനേക്കാളും ചാനലുകാരും മറ്റവരൊക്കെ ഇതെടുത്ത് അങ്ങ് ഇടുമോ? കലിയ ജ്യോതിഷം പറഞ്ഞു നമ്മുടെ നാട്ടിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മുണയില്ല, ഞാൻ വല്ല ജപ്പാനിലൊക്കെ ജനിച്ചിരുന്നെങ്കിൽ അവർ തലയിൽ വെച്ച് ചുമന്നേനെ. അപ്പോൾ എന്തായാലും പറയുമോ? ഇതുവരെ നടത്തിയിട്ടുള്ള 95% പ്രവചനങ്ങൾ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് കലിക ജ്യോതിഷൻ്റെ പ്രവചനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എന്നെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തുണ്ട്. അവരുടെ ആ ഒരു ഇത് മതി എനിക്ക്. ചാനലുകാർ അങ്ങനെയൊക്കെ ഇരിക്കും, അവർ നല്ലത് ഇടില്ല, അതാണ് വേറൊരു കാര്യം. അത് കേരളത്തിൽ അങ്ങനെയാണ്. അവൻ സത്യം പറയുന്നവർക്ക് കാലമില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രവചനങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം കലിക ജ്യോതിഷൻ്റെ പ്രവചനങ്ങൾ തന്നെയാണ്. പിന്നെ ഒരാൾക്കും കൃത്യമായിട്ട് ഡേറ്റ് പറയാൻ പറ്റില്ല, അത് ഞാനുള്ളത് പറയാം. പ്രാചീന കാലത്ത് 6 സെൻസ് ഉണ്ടാകൊണ്ട് പറയും, ഇന്ന കാലയളവിനുള്ളിൽ ഇത് സംഭവിക്കും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നടത്തുന്ന പ്രവചനങ്ങളൊക്കെ പാളിപ്പോവും. അങ്ങനെയാണ് അതിനകത്ത് കാര്യം. ഈ 2000-ന് ശേഷമൊക്കെ അങ്ങനെ വരും. ഇവർ പിന്നെ പണ്ട് നടത്തിയത് ഓക്കെ എന്ന് പറയുന്നു, എനിക്കറിയത്തില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ഇപ്പം ഇവരിങ്ങനെ വാരിയിട്ട് അലക്കുന്നു. എന്തായാലും ജൂലൈ 5 അത് ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും എഴുതി വെച്ചോളൂ, ജൂലൈ 5 അങ്ങനെ ഒരു സംഭവം നടക്കില്ല. പക്ഷേ സെപ്റ്റംബർ 30 ഒരു മഹാദുരന്തം, വലിയൊരു ഭൂകമ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ ഇത് ചുമ്മാ വാരിയിട്ട് അലക്കണതാണ്. പിന്നെ ഇവിടെ ഉള്ളവരെ പേരിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അറിയാമല്ലോ. പിന്നെ ജപ്പാനിലുള്ള സത്സുഗീന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ ഇത് എടുത്തിടും. പിന്നെ ബാബ വാങ്കിടെ ഈ നോസ്ട്രാഡാമസ് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉള്ളവന്മാർ സ്വന്തം രീതിക്ക് എഴുതി പിടിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇത് ആരന്വേഷിക്കാൻ പോകണം, ഇത് ആര് തിരക്കാൻ പോകണം. പിന്നെ അവിടെ ഫ്ലൈറ്റ് ആൾക്കാർ ഉപേക്ഷിച്ചു, ഇങ്ങനെ പന്തം പെരുക്കിക്കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതും. അങ്ങനെയൊന്നുമില്ല. ജപ്പാനിലുള്ളവർ പറയുന്നത് അവിടെ ഒരു കുഴപ്പമില്ല എന്നാണ്. ഇവിടെ ഉള്ള അണ്ണന്മാരിങ്ങനെ തകർത്ത് വാരി ജനങ്ങളെ ഭീതിപ്പെടുത്തി പൈസ. ഇനിയിപ്പോൾ ജപ്പാനിൽ അടക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഭീതിപ്പെടേണ്ട ഒരാവശ്യമില്ല. യൂട്യൂബിൽ നിന്ന് എത്രയും പെട്ടെന്ന് പൈസ കിട്ടണം. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി എന്തും പടച്ചു വിടുന്ന കുറേ യൂട്യൂബേഴ്സുമാരുണ്ട്. അതും ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. നല്ലതിൻ്റെ അവന്മാർ തിരിഞ്ഞേക്കും. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള, ഇനിയിപ്പോൾ ജപ്പാനിലൊന്നും ആരും പോയി അന്വേഷിക്കാൻ പോകണില്ലല്ലോ, അതുകൊണ്ട് വാരിയിട്ട് അലക്കും. എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇതൊക്കെ നമ്മളുള്ളത് മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് നമുക്കത് ഇതില്ല. പക്ഷേ ജൂലൈ 5 സംഭവിക്കാനൊന്നും പോകണില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ജൂലൈ 5 ഒന്നും സംഭവിക്കാൻ പോകണില്ല.
പക്ഷേ സെപ്റ്റംബർ 30, 2025 വല്ലതുമൊക്കെ സംഭവിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഒരു ഇതനുസരിച്ച് ആ ഒരു രീതിക്കാണ് പറയും. ഇവരിപ്പം 15 സ്വപ്നം കണ്ടത് വെച്ചിട്ടാണ് അവർ പറയുന്നത്. സത്സുഖിയെ വെച്ച് കുറേമാർ യൂട്യൂബിൽ കാശുണ്ടാക്കി. അതില്ലെങ്കിലും അങ്ങനെയാണ്. മറ്റുള്ളവർ പറയണതാണ് കൂടുതൽ ഈ രാജ്യത്തുള്ളവർക്ക് താല്പര്യം. നമ്മളെ സ്വന്തം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിഷയമില്ല. അപ്പോൾ തീർച്ചയായും എന്നെ ഇഷ്ടപ്പെടുന്നവരും അടുത്ത് ഞാൻ പറയുകയാണ്, അത് ഓക്കെ, അത് നിങ്ങൾ കാണും. ജൂലൈ 25 ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജപ്പാനിലൊന്നും സംഭവിക്കാൻ പോണില്ല. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, ജൂലൈ 5 എന്നുള്ള ഡേറ്റിലൊന്നും സംഭവിക്കില്ല. പക്ഷേ വീണ്ടും ഞാൻ എഗെയിൻ ഐ ആം ടെല്ലിങ് ടു എവരിബഡി, സെപ്റ്റംബർ 30 ലോകത്തൊരു മഹാദുരന്തം സംഭവിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് നമ്മളൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ വെച്ച് ഞാനിന്ന് എന്ത് പറഞ്ഞു അത് തന്നെയാണ് ലോകം കാണുന്നത്. അപ്പം ഇത്രയും പറയുക എന്നുള്ളത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. ഇങ്ങനെ നല്ല ഓരോ ഡയലോഗുകളൊക്കെ ഓരോരുത്തർ അയക്കും, എന്നിട്ട് വേറെ കുറേയൊക്കെ അവർ ചീത്ത പറഞ്ഞുകൊണ്ട് അയക്കുന്നുണ്ട്. അത് പോട്ടെ, ആൾക്കാരുടെ ഒരു സ്വഭാവം, ആറ്റിറ്റ്യൂഡാണ്, അതിൽ വിഷയമൊന്നുമില്ല. പക്ഷെ അവർ ഇങ്ങനെ ഒരു ഇത് വെച്ച് പറയുന്നു. ഇപ്പം എല്ലാവരും പറയുന്നു ഞങ്ങളെ നാട്ടിൽ ചോദിക്കാൻ ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട് എന്ന് അവരെല്ലാം നെഞ്ചിൽ കൈവച്ച് എന്നെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നുണ്ട്. അതുപോലെ അവർ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് തർക്കിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സാർ എന്തോ പറയുന്നു, ഞങ്ങളുടെ സന്തോഷ് സാർ എന്തോ പറയുന്നു, അതാണ് ലോകം കാണുന്നത്, അതാണ് സത്യം എന്ന് അവരെൻ്റെ അടുത്തുള്ള സ്നേഹം കാരണം ഇങ്ങനെ പറയുകയാണ്. എങ്കിൽ പോലും ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് നോക്കി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, 5-ാം തീയതി എന്തായാലും ജപ്പാനിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകണില്ല. അതിൻ്റെ പേരിൽ ആരും ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ക്യാൻസൽ ചെയ്യേണ്ട. അത് വലിയ ചോദിച്ചാൽ പറയണം. ഇത് പറ്റുമെങ്കിൽ തർജ്ജിമ ജപ്പാനിൽ അയച്ചാൽ വളരെ നല്ലതായിരിക്കും. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർ ചിലപ്പോൾ അത് വിടും. അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിനുകൊണ്ട് 4-ാം തീയതി 5-ാം തീയതി ഉള്ള ദിവസം ജൂലൈ 5 ജപ്പാനിലൊന്നും സംഭവിക്കാൻ പോകണില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ 12-ാം തീയതി എറണാകുളം ഓഫീസിൽ കൺസൾട്ടിങ് ഉണ്ട്, 14-ാം തീയതി പാലക്കാട്, പിന്നെ വന്നിട്ട് 16-ാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവിടെ വന്ന് എന്നെ കാണാം. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ദുബായിലായിരുന്നു, ദുബായിൽ 20 തൊട്ട് 30 ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ.